വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു. ശബരിമല സന്നിധാനത്ത് കൈവരി തകർന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. ശ്രീകോവിലിനടുത്തുണ്ടായ തിരക്കിനിടെയാണ് ഇപ്പോൾ ശബരിമലയിലെ സന്നിധാനത്ത് കൈവരി തകർന്നിരിക്കുന്നത്. അപകടത്തിൽ ഇപ്പോൾ ആർക്കും പരിക്കില്ല എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. സോപാനത്ത് ഫ്ളൈ ഓവറിൽ നിന്ന് ശ്രീകോവിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് കൈവരി തകർന്നു വീണിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ അപകടം ഉണ്ടായേക്കാവുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ദേവസ്വം ബോർഡ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്ന കൈവരിയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നതും. സംഭവ സമയം സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതാണ് ഈ അപകടത്തിന് കാരണമായത്. എന്തായാലും തീർത്ഥാടകർക്കാർക്കും അപകടം പറ്റിയില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. മകരവിളക്ക് അടുത്തതോടെ ശബരിമലയിൽ കനത്ത തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂവിൽ 10 മണിക്കൂർ വരെ നിൽക്കേണ്ടി വരുമെന്നറിഞ്ഞ് ചെന്നൈയിൽ നിന്നെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള 35 തീർത്ഥാടക സംഘം ശബരിമല ദർശനത്തിന് കാത്തു നിൽക്കാതെ ഇക്കഴിഞ്ഞ ദിവസം മടങ്ങിപ്പോയതൊക്കെ വാർത്തകളായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് പമ്പയിലെത്തിയ സംഘമാണ് തിരികെ മടങ്ങിയത്. പമ്പയിൽ കുളി കഴിഞ്ഞ് മണൽപ്പുറത്ത് തീർത്ഥാടകർക്കുള്ള ക്യൂവിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ഈ കുട്ടികളടക്കം തള്ളി പുറത്താക്കിയെന്നാണ് സംഘത്തിലുള്ള ആൾ വ്യക്തമാക്കുന്നത്. 5-6 വയസ്സുള്ള കുട്ടികളായിരുന്നു ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. 24 വർഷമായി ശബരിമല ദർശനം നടത്തുന്ന തനിക്ക് ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ഇത്തവണ ഉണ്ടായതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചതും. തമിഴ്നാട് സർക്കാരിൽ പരാതി നൽകുമെന്നാണ് ഈ തീർത്ഥാടകർ അറിയിച്ചത്. മാത്രമല്ല തങ്ങളുടെ അനുഭവമെല്ലാം തന്നെ മാധ്യമങ്ങളെ കണ്ട് വിവരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ അടുത്ത വർഷം ശബരിമലയിൽ വരുമെന്നും അദ്ദേഹം പറയുകയാണ്. ചെന്നൈയിലെ അഭിഭാഷകരും സർക്കാർ ഉദ്യോഗസ്ഥരും അടക്കം ഈ സംഘത്തിലുണ്ടായിരുന്നു. ഈ സംഘത്തിന് മലകയറാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ തിരക്ക് വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ കൈവരി പൊളിഞ്ഞ് ഒരു അപകടം സംഭവിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. അതേസമയം ചരിത്രപ്രസിദ്ധമായ ശബരിമല മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മകരവിള ദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി 13 വൈകുന്നേരം 5 മണിക്ക് പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കും. ജനുവരി 14 ഉഷപൂജയ്ക്ക് പിന്നാലെ ബിംബശുദ്ധി ക്രിയകൾ നടക്കും. ജനുവരി 15 മകരവിളക്ക്. അന്ന് പുലർച്ചെ 2 മണിക്ക് തിരുനട തുറക്കും. 2:46 മകരസംക്രമ പൂജയും നെയ്യാഭിഷേകവും നടക്കും. പതിവ് പൂജകൾക്ക് പിന്നാലെ അന്ന് വൈകിട്ട് 5 നട തുറക്കുക. തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കുന്നതിനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും. വൈകിട്ട് 5:30 ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര ആചാരപൂർവ്വം സ്വീകരിക്കും. 6:15 കൊടിമരച്ചൂട്ടിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന 6:30 നടക്കും. പിന്നാലെ മകരവിളക്ക്, മകരജ്യോതി ദർശനം എന്നിവയായിരിക്കും നടക്കുക. ജനുവരി 15 വൈകിട്ട് മണിമണ്ഡപത്തിൽ കളമെഴുത്ത് ആരംഭിക്കും. 15, 16, 17, 18 തീയതികളിൽ മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും ഒക്കെ ഉണ്ടാകും. 18-ാം തീയതി വരെ ഭക്തർക്ക് തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാം. 19 വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. 19-ന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും. ജനുവരി 20-ന് രാത്രി 10 മണിക്ക് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിൽ ഗുരുതി നടക്കും. ജനുവരി 20 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. 21-ാം തീയതി പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ച് എഴുന്നള്ളിക്കും. തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരിമല ദർശനം നടത്തിയതിന് പിന്നാലെ ഹരിവരാസനം പാടി ശ്രീകോവിൽ നടയടയ്ക്കും. മകരവിളക്ക് മഹോത്സവ കാലത്തെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാൻ പമ്പ മുതൽ സന്നിധാനം വരെ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആഴിയും 18-ാം പടിയും നെയ്ത്തോണിയും അഗ്നിരക്ഷാസേനയും വിശുദ്ധി സേനയും കഴുകി വൃത്തിയാക്കി സന്നിധാനത്തിന്റെ പരിസരവും മാളികപ്പുറം പരിസരവും നടപ്പന്തലുമൊക്കെ ശുചീകരിച്ചിരിക്കുകയാണ്. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ ദേവസ്വം ബോർഡിന്റെ ഔഷധ കുടിവെള്ള വിതരണമുണ്ട്. ക്യൂ കോംപ്ലക്സുകളിലും തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 13 വരെ ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്ത 80,000 പേർക്കായിരിക്കും ദർശനം സാധ്യമാവുക. ജനുവരി 10-ന് ശേഷം സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നിലവിലുണ്ടാകില്ല. വെർച്വൽ ക്യൂ ടിക്കറ്റ് ഇല്ലാത്ത ഒരു തീർത്ഥാടകരെയും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ജനുവരി 14-ന് 50,000 പേരും 15-ാം തീയതിക്ക് 40,000 പേർ എന്നിങ്ങനെയാണ് വെർച്വൽ സൗകര്യവും ഒരുക്കിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിലെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും ശബരിമലയിൽ ഇപ്പോഴും തിരക്കുകൾ വർദ്ധിക്കുകയാണ്. നിരവധി ഭക്തർ ശബരിമലയിൽ ഒഴുകി എത്തുകയാണ് എന്ന് വേണം പറയാൻ. മകരവിളക്ക് ദിവസങ്ങളൊക്കെ ഇനി അടുത്തു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് തന്നെ ഇനി അയ്യപ്പനെ ദർശിക്കാനായിട്ട് നിരവധി ഭക്തർ, നിരവധി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഇപ്പോൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സന്നാഹങ്ങളൊക്കെ തന്നെ സജ്ജമായിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അപകടം നടന്നത് തന്നെ ഗുരുതരമായ ഒരു വീഴ്ച എന്ന് വേണം പറയാൻ. പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരവധി പോലീസുകാരാണ് ഇപ്പോൾ അവിടെയെല്ലാം തന്നെ സജ്ജമായിട്ട് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനൊക്കെ തന്നെ ഒരുങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.